നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് AD ബെന്നി. സാഹിത്യത്തിലും സമൂഹത്തിലും ഇടപെടുമ്പോൾ ഒരു എഴുത്തുകാരൻ എന്ന രീതിയിൽ തനിക്ക് പോഷകാനുഭവമായത് ഗാന്ധിയുടെ ആശയ ദർശനങ്ങളാണ് എന്ന് ഉറക്കെ പറയുവാൻ ഒട്ടും മടികാടാത്ത വ്യക്തിത്വമായിരുന്നു കൽപ്പറ്റ ബാലകൃഷ്ണൻ്റെ. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഗാന്ധിയൻ മൂല്യ സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് കാഴ്ചവെക്കുകയുണ്ടായത്. അദ്ദേഹത്തെ നിയന്ത്രിച്ചത് ഗാന്ധിയൻ മൂല്യ സംസ്കാരമായിരുന്നു എന്നത് നിസ്സംശയം പറയാം. അദ്ദേഹം നിലനിർത്തിയത് ദേശീയതയുടെ ജനാധിപത്യ ബോധമാണെന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗാന്ധിയൻ സൗന്ദര്യ വിചാരം എന്ന ഗ്രന്ഥം മാത്രം മതി അദ്ദേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾക്ക് ശക്തി പകരുവാനായിട്ട്. അദ്ദേഹം ഒരു അധ്യാപകനും എഴുത്തുകാരനുമായിരുന്നു. അധ്യാപകനും എഴുത്തുകാരനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൂർണമായി എന്നത് കൂടി നമ്മൾ അർത്ഥമാക്കേണ്ടതുണ്ട്. എഴുത്തുകാരൻ എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന എഴുത്തുവഴികളിൽ പെടുന്ന മുഴുവൻ മേഖലകളിലും അദ്ദേഹം വിരാജിച്ചിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. അദ്ദേഹം തിരക്കഥാകൃത്തായിരുന്നു, അദ്ദേഹം നോവലിസ്റ്റായിരുന്നു, അദ്ദേഹം മാധ്യമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എഴുത്തുവഴികളിലൂടെ നടന്ന് സഞ്ചരിക്കുകയുണ്ടായി. അങ്ങനെ എഴുത്തിൻ്റെ നാനാ തലങ്ങളിൽ അദ്ദേഹം വിരാജിച്ചു എന്നത് കൂടി നമ്മൾ പറഞ്ഞ് വെക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള തിരക്കഥകളാണ് മലമുകളിലെ ദൈവം, ശക്തൻ തമ്പുരാൻ എന്നിവ. അതിൽ മലമുകളിലെ ദൈവം എന്ന് പറയുന്ന തിരക്കഥ, ആ ചിത്രത്തിന് ദേശീയ അവാർഡ് ലഭിക്കുകയും അത് വലിയ അംഗീകാരത്തിന് വഴിവെക്കുകയും ചെയ്തു. അത് സംവിധാനം ചെയ്തത് PN മേനോനായിരുന്നു. അതുപോലെ തന്നെ ശക്തൻ തമ്പുരാനും വളരെ ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു തിരക്കഥയായിരുന്നു എന്നത് കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. അങ്ങനെ സർവ്വമേഖലകളിലും, എഴുത്തിൻ്റെ സർവ്വമേഖലകളിലും കൃത്യമായി അടയാളപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ട് ജീവിതത്തെ തന്നെ ഒരു അടയാളമാക്കി മാറ്റിക്കൊണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഒരു ഗാന്ധിയൻ ചിന്തയിലൂടെ കടന്നു കയറിക്കൊണ്ട് അപ്രകാരം പ്രവർത്തിച്ച മികച്ച വ്യക്തിത്വമായിരുന്നു. മറ്റുള്ളവരുടെ ഒരു സുഹൃത്തായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു കൽപ്പറ്റ ബാലകൃഷ്ണൻ. 1945 ജൂലൈ 4 അദ്ദേഹത്തിൻ്റെ ജനനം. കൈതള ഉണ്ണി നീലകണ്ഠൻ്റെയും കെ കാർത്യായനിയുടെയും മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായി. പിന്നീടാണ് അദ്ദേഹം കൽപ്പറ്റയിലേക്ക് കുടിയേറുകയുണ്ടായത്. കൽപ്പറ്റ SKMJ ഹൈസ്കൂൾ, കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജ്, തൃശ്ശൂർ ശ്രീ കേരളവർമ്മ കോളേജ്, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ തൃശ്ശൂർ പ്രാദേശിക കേന്ദ്രം എന്നിവിടങ്ങളിൽ അദ്ദേഹം അധ്യാപകനായി വർത്തിച്ചു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. 1999 കേരളവർമ്മയിൽ നിന്ന് അദ്ദേഹം മലയാളം വകുപ്പ് മേധാവിയായി വിരമിക്കുകയായിരുന്നു. കേരളവർമ്മയിൽ പ്രിൻസിപ്പാളുമായി അദ്ദേഹം ചുമതല വഹിച്ചിട്ടുണ്ട്. കേരള കലാമണ്ഡലം സെക്രട്ടറി, കേരള സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവയുടെ ബോർഡംഗം എന്നീ പദവികൾ അദ്ദേഹം അലങ്കരിച്ചിരുന്നു. കൊച്ചിൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പറുമായി പ്രവർത്തിക്കാൻ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഒട്ടേറെ മേഖലകളിൽ, ഒട്ടേറെ പ്രവർത്തന മണ്ഡലങ്ങളിൽ അദ്ദേഹം സജീവമായി തിളങ്ങി. അതിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചു എന്ന് മാത്രം. അത്രയേറെ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ കർമ്മനിരതനായിക്കൊണ്ട്
തനിക്ക് മാരകമായ അസുഖം പിടിപെട്ട് ആ ഘട്ടത്തിൽ പോലും തൻ്റെ കർമ്മമേഖലയെ വിസ്മരിക്കാതെ തൻ്റെ ഓരോ നിമിഷവും സമൂഹത്തിന് വേണ്ടി ചെലവഴിക്കണം, എഴുത്തിലൂടെ സമൂഹത്തെ പരിഷ്കരിക്കണം എന്ന കൃത്യമായ ബോധ്യത്തോട് പ്രവർത്തിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അയ്യന്തോൾ മൈത്രി പാർക്കിലെ കൽപ്പറ്റ വില്ലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം. ഡോക്ടർ കെ സരസ്വതിയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ. മക്കൾ ജയസൂര്യ, കശ്യപ്, അപർണ എന്നിവർ. 1967 ബാലകൃഷ്ണൻ കേരള യൂണിവേഴ്സിറ്റി അവിടെ നിന്ന് മലയാളത്തിൽ ബിരുദാനന്തര ബിരുദം നേടുകയുണ്ടായി. അദ്ദേഹത്തിന് MA-ക്ക് 2ാം റാങ്ക് ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. കേരള സാഹിത്യത്തിൽ ഗാന്ധിയൻ ചിന്തകളുടെ പ്രസക്തി എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗവേഷണ വിഷയം. അതിലാണ് അദ്ദേഹം ഡോക്ടറേറ്റ് നേടുകയുണ്ടായത്. ഗവേഷണം എന്ന് പറയുമ്പോൾ ഇന്നുള്ള ചില ശ്രമങ്ങൾ, പലപ്പോഴും ഈ ഡോക്ടറേറ്റിന് വേണ്ടി ശ്രമങ്ങളൊക്കെ തന്നെ വേണ്ടത്ര ആഴത്തിൽ പോകാത്ത രീതിയിലുള്ള പഠനങ്ങളാണ് പലപ്പോഴും നടത്തി വയ്ക്കാറുള്ളത്. പക്ഷേ കൽപ്പറ്റ ബാലകൃഷ്ണനെ സംബന്ധിച്ചത് അങ്ങനെയായിരുന്നില്ല. മറിച്ച് ആ വിഷയത്തെ കൃത്യമായി അപഗ്രഥിക്കുകയും അതിൻ്റെ സൂക്ഷ്മാംശങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ചുകൊണ്ടുള്ള ഗവേഷണ പ്രബന്ധമാണ് അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായത്. അല്ലാതെ അതിൽ തീവ്രമായ രീതിയിൽ അദ്ദേഹം ഇടപെട്ടു. തനിക്ക് ഭാവിയിൽ സമൂഹത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കിയെടുക്കുവാനും അത് ജനങ്ങൾക്ക് സമർപ്പിക്കുവാനും ശ്രമമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗവേഷണം എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അല്ലാതെ കേവലം ഒരു ഡോക്ടറേറ്റ് നേടുക എന്നതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നത് കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തിൻ്റെ പഠനം നടക്കുകയുണ്ടായത് വ്യത്യസ്തമായ സ്കൂളുകളിലാണ്. അദ്ദേഹം മേമറി LP സ്കൂളിൽ അദ്ദേഹം പഠിക്കുകയുണ്ടായി. കൽപ്പറ്റ NSS ഹൈസ്കൂളിൽ അദ്ദേഹം പഠിക്കുകയുണ്ടായി. തരിയോട് ഗവൺമെൻറ് ഹൈസ്കൂൾ, കോഴിക്കോട് ദേവഗിരി കോളേജ്, പാലക്കാട് വിക്ടോറിയ, എറണാകുളം മഹാരാജാസ്, ഈ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം പഠനം നടത്തുകയുണ്ടായി എന്നത് കൂടി പ്രസ്താവനയ ഒരു സംഗതിയാണ്. ഒട്ടേറെ പരിചയസമ്പന്നത്തിൻ്റെ വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞു. വ്യത്യസ്ത മേഖലകളിൽ ആളുകളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധപ്പെടാൻ കഴിഞ്ഞു എന്നതൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള സംഗതിയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തെ ഇത്രയും വലിയൊരു തത്വചിന്തകനാക്കി മാറ്റിയതിൻ്റെ പുറകിൽ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ പ്രക്രിയ ആയിരിക്കും എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. സമൂഹത്തെ അടുത്ത് നിന്ന് അപഗ്രഥിക്കുകയും വ്യക്തികളെ കൃത്യമായി മനസ്സിലാക്കുകയും അവരുടെ ചേതോവികാരങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തന പരിപാടിയായിരുന്നു അദ്ദേഹം നിർവഹിക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട സംഗതിയാണ്. എങ്ങനെയെങ്കിലും ജീവിച്ചു പോവുക എന്ന ഒരു രീതിയല്ല അദ്ദേഹം പരീക്ഷിക്കുകയുണ്ടായത്. മറിച്ച് താൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ താൻ ഒരു രാസത്തർക്കമായി മാറണമെന്നും സമൂഹത്തിൻ്റെ വിഷയങ്ങളും വേവലാതികളും കൃത്യമായി അപഗ്രഥിച്ചെടുക്കണമെന്നും അവർക്ക് എന്താണ് തനിക്ക് പരിഹാരം നൽകാനുള്ളത് അത് തൻ്റെ ജീവിതത്തിലൂടെ കാട്ടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ വിദ്യാഭ്യാസം എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. ഒരല്പം ബുദ്ധിജീവിയായി മാറിക്കഴിഞ്ഞാൽ സമൂഹത്തോടുള്ളൊരു കാഴ്ചപ്പാട് മാറുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട്. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം. മനുഷ്യനെ പ്രകൃതിയുടെ യജമാനായി കാണുന്ന കാഴ്ചപ്പാട്, ഈ പ്രകൃതി മുഴുവൻ മനുഷ്യൻ്റേതാണ്, അവിടെ ഏത് രീതിയിൽ ചൂഷണവും നിർവഹിക്കാം എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. മറിച്ച് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഗാന്ധിയുടെ കൃത്യമായ ആ ദർശനം അദ്ദേഹം ഏറ്റിയിരുന്നു. തന്നെയുമല്ല അത് ജീവിതത്തിൽ കൃത്യമായി പരീക്ഷിച്ചു കാട്ടുകയും ചെയ്തു എന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ വിജയം. കാരണം വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ പ്രവർത്തനമല്ല അദ്ദേഹം കാഴ്ചവെക്കുകയുണ്ടായത്. മറിച്ച് തൻ്റെ ജീവിതം, തൻ്റെ ജീവരക്തം അത് ഇത്തരം പ്രവർത്തനങ്ങളിൽ എങ്ങനെ സാംശീകരിക്കപ്പെടും എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ അവബോധത്തോടുകൂടിയുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു സംഗതിയാണ്. ഗാന്ധി ദർശനത്തെ അത്രയേറെ ഉപാസിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. രചനാരംഗത്ത് മിതത്വത്തോടു കൂടിയാണ് അദ്ദേഹം ഇടപെടുകയുണ്ടായത്. ആ ഗാന്ധിയൻ ശൈലി തന്നെ അദ്ദേഹം തൻ്റെ രചനാരംഗത്തും അദ്ദേഹം
ഉൾക്കൊണ്ടു എന്നാണ് യാഥാർത്ഥ്യം. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ രചനാ രീതികൾ നമ്മൾ പരിശോധിച്ചാൽ കാണുന്ന ഒരു പ്രധാനമാണ് സർഗാത്മകമായിട്ടുള്ള രചനയിൽ അദ്ദേഹം ആരംഭിച്ച് അദ്ദേഹം എത്തിയത് ഗവേഷണത്തിലാണ്. അദ്ദേഹത്തിൻ്റെ വലിയൊരു സവിശേഷതയാണ്. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, എഴുത്ത് എന്ന് പറയുമ്പോൾ മുഴുവൻ സർഗാത്മകമായി എഴുതുകയും ജീവിതം തന്നെ സർഗാത്മകമായി മാറ്റുകയും സർഗാത്മകതയിൽ അതിരമിക്കുന്നവരെ മാത്രം തൃപ്തിപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയല്ല അദ്ദേഹത്തിൻ്റെ. മറിച്ച് സർഗാത്മകതയിൽ നിന്ന് ആരംഭിച്ച് അതിൽ ഗവേഷണം നടത്തിക്കൊണ്ട് അത് എങ്ങനെ അടിസ്ഥാനവർഗത്തിന്, പാർശ്വവൽക്കരിക്കപ്പെട്ടവന് എങ്ങനെ ഗുണകരമായി പരിവർത്തനം ചെയ്യാമെന്നുള്ള രീതികൾ അദ്ദേഹത്തിൻ്റെ എല്ലാ സൃഷ്ടികളും ഉണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ അത് വലിയ ഒരു തലം തന്നെയാണ് സൃഷ്ടിക്കപ്പെടുകയുണ്ടായത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വഴികളുടെ വ്യത്യസ്തതകൾ, അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ നമുക്കൊന്ന് പരിശോധിക്കാം. ശക്തൻ തമ്പുരാൻ എന്ന് പറയുന്ന തിരക്കഥയെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. മലമുകളിലെ ദൈവം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മറ്റൊരു തിരക്കഥയെക്കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ FM കവിതകൾ, കവിതയിലും അദ്ദേഹം ഒരു കൈ നോക്കുകയുണ്ടായി. അർത്ഥവത്തായ കവിതകൾ, അകൽച്ച, അകംപൊരുൾ, അകംപൊരുൾ, പുറംപൊരുൾ, ഗിൽഗമേഷ്, പൂവുകളോട് പറയരുത്, ചൂളിമല തുടങ്ങിയ നോവലുകൾ. ഈ നോവലുകളൊക്കെ തന്നെ വലിയ തത്വചിന്താപരമായി ചിന്തിക്കുന്ന തലത്തിലേക്ക് വളരുന്ന നോവലുകളാണ്. കേവലം ഉപരിപ്ലവമായിട്ട് എഴുതിപ്പോകുന്ന നോവലുകളല്ല. അത് വളരെ അർത്ഥവത്വം, ആശയസമ്പന്നം നിറഞ്ഞ നോവലുകളാണ് അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വരികയുണ്ടായത്. അപ്പോളോയുടെ വീണ, കാലഘട്ടം, ചരിത്ര നോവൽ മലയാളത്തിൽ, നിരൂപകൻ്റെ വിശ്വദർശനം, മലയാള സാഹിത്യ ചരിത്രം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സാഹിത്യ നിരൂപണമാണ്. ഇതിൽ കാലഘട്ടം എന്ന് പറയുന്ന ആ സാഹിത്യ നിരൂപണത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വഴിയില്ല. അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തെക്കുറിച്ച്, കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. ആ കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന് അനുഭവവേദ്യമായ സംഗതികളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു സൃഷ്ടികർമ്മമാണ് കാലഘട്ടത്തിലൂടെ നിർവഹിക്കുന്നത്. ഓരോ സൃഷ്ടികളും അദ്ദേഹത്തിൻ്റെ എണ്ണം പറഞ്ഞ സൃഷ്ടികളായിരുന്നു, അനുവാചകരെ അമ്പരപ്പിക്കുന്ന സൃഷ്ടികളായിരുന്നു, വിമർശകരെ അത്ഭുതപരാന്തരാക്കുന്ന രീതിയിൽ സൃഷ്ടികളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ മുദ്രാരാഷ്ട്രം, മറുവശം എന്നിവയുടെ അത് രണ്ടും തർജ്ജമയായിരുന്നു, അതും അദ്ദേഹം കൈകാര്യം ചെയ്തു. മാധ്യമരംഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. കർപ്പൂരം, പാതയം, സൂര്യമുദ്ര, സഹകരണ ഇന്ത്യ തുടങ്ങിയിട്ടുള്ള മാധ്യമരംഗങ്ങളിലുള്ള അദ്ദേഹത്തിൻ്റെ കൈയൊപ്പ് ചാർത്തിയതൊക്കെ തന്നെ വളരെ ശ്രദ്ധേയമായ സംഗതിയാണ്. സമ്പൂർണ്ണ ഭാരതം, മഹാഭാരതം, അത് അദ്ദേഹം നിർവഹിക്കുകയുണ്ടായി, മലയാളത്തിലേക്ക് നിർവഹിക്കുകയുണ്ടായി. കെ കരുണാകരൻ്റെ നിയമസഭാ പ്രസംഗങ്ങൾ അദ്ദേഹം എഡിറ്റ് ചെയ്യുകയുണ്ടായി. ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്ത് വഴിയുള്ള വ്യത്യസ്ത ജനസുകളെയാണ് കാട്ടുന്നത്. നോവൽ എഴുതുകയാണ് നോവൽ എഴുതി ഇരിക്കുകയല്ല, കവിത എഴുതാവുന്ന കവിത എഴുതിയിരിക്കുകയല്ല, മറിച്ച് വ്യത്യസ്തമായിട്ടുള്ള വിവിധങ്ങളായ സൃഷ്ടികർമ്മങ്ങളിലൂടെയാണ് അദ്ദേഹം പുരോഗമിക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അതാണ് ഗാന്ധിയൻ മൂല്യ ചിന്തകളിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു സംഗതിയാണ്. ഒരു കാലഘട്ടത്തോടൊപ്പം സഞ്ചരിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. 75 വയസ്സാണ് അദ്ദേഹം ജീവിക്കുകയുണ്ടായത്. ആ 75 വയസ്സ് എന്ന് പറയുമ്പോൾ അത് ഒരു വലിയ തെറ്റില്ലാത്ത ഒരു ജീവിതയാനമാണ്. ആ ജീവിതയാനത്തിനിടയിൽ തൻ്റെ മേഖലകളിൽ വ്യാപരിച്ചുകൊണ്ട്, ആ കർമ്മയിൽ വ്യാപരിച്ചുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ ചിന്തകൾക്ക് നൂതനത്വം കൈവരിക്കുവാനായിട്ടുള്ള ശ്രമമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നത് അദ്ദേഹം സൃഷ്ടികളിൽ കടന്നുപോയ ആർക്കും എതിരഭിപ്രായമില്ലാതെ തന്നെ അംഗീകരിക്കാവുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ കാലഘട്ടം എന്ന പേരിൽ തന്നെ ഒരു സൃഷ്ടി അദ്ദേഹം നിർവഹിക്കുകയുണ്ടായത്. ജനാധിപത്യ ബോധത്തെക്കുറിച്ച് അതിന് കൃത്യമായിട്ടുള്ള ധാരണയുണ്ടായിരുന്നു, കാഴ്ചപ്പാടുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ ഏറെ വേണ്ടപ്പെട്ട ഒരു സംഗതിയാണ് ജനാധിപത്യത്തിൻ്റെ ഒരു സർഗാത്മകമായ സൗന്ദര്യം. ആ ജനാധിപത്യത്തിൻ്റെ സർഗാത്മകമായ സൗന്ദര്യത്തെക്കുറിച്ച് അദ്ദേഹം, അതിൽ ഗാന്ധിയൻ ചിന്തകൾ, അതിൽ ഗാന്ധിയൻ കാൽപ്പാടുകളൊക്കെ തന്നെ അദ്ദേഹം കൃത്യമായി അടയാളപ്പെടുത്തി തന്ന ഒരു വ്യക്തിയാണ്. വലിയ സുഹൃത്ബന്ധത്തിനുടമയായിരുന്നു. ആ കാലഘട്ടത്തിലെ മികച്ച സാഹിത്യകാരന്മാരുമായി വലിയ അടുപ്പം അദ്ദേഹം കാട്ടിയിരുന്നു. ഡോക്ടർ സുകുമാരൻ അഴീക്കോടുമായും M ലീലാവതിയുമായും പുതൂർ ഉണ്ണികൃഷ്ണനുമായിട്ടും കോവിലിനുമായിട്ടും ഒക്കെ അദ്ദേഹം തന്നെ വലിയ രീതിയിലുള്ള സുഹൃത്ബന്ധം അദ്ദേഹം
നിലനിർത്തിയിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സാഹിത്യകാരന്മാരുമായിട്ടും അദ്ദേഹം കൃത്യമായി ഇടപെട്ടിരുന്നു. സുകുമാരൻ അഴീക്കോടാണെങ്കിൽ പോലും അദ്ദേഹം പറയുന്ന ആശയങ്ങളിൽ വിരുദ്ധതയുണ്ടെങ്കിൽ, രണ്ടുപേരും ഗാന്ധിയന്മാരാണ്, അതിൽ അദ്ദേഹത്തോട് വിയോജിക്കേണ്ട മേലിൽ വിയോജിക്കുവാനും തർക്കിക്കേണ്ട മേലിൽ തർക്കിക്കുവാനും സുകുമാരൻ അഴീക്കോട് വേണമെങ്കിൽ പിണങ്ങുവാനുമുള്ള ആത്മബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. ഗാന്ധിയൻ തലങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നിലപാടുകൾ രണ്ടുപേരും പുലർത്തുമ്പോൾ തന്നെ അതിൽ വരുന്ന ആശയഭിന്നതകളെ കൃത്യമായി സംസാരിക്കുവാനും അതിൻ്റെ പാരസ്പര്യം നിലനിർത്തുവാനും ഒക്കെ തന്നെ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമായി തന്നെ നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു സംഗതിയാണ്. അധികാരം വികേന്ദ്രീകരിക്കപ്പെട്ടതാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണയുണ്ട്. അധികാര കേന്ദ്രീകരണം അത് ഫാസിസ്റ്റിലേക്ക് നയിക്കുമെന്നും ഇതൊക്കെ മുൻകൂട്ടി പറഞ്ഞ വ്യക്തിത്വമാണ് അദ്ദേഹം. വളരെ മുൻകൂട്ടി ഇത്തരം കാര്യങ്ങൾ കാണുകയും അത് പറയുകയും ഗാന്ധിയൻ ദർശനങ്ങളുടെ പ്രസക്തി എന്താണ്, ജനാധിപത്യ ബോധത്തിൻ്റെ പ്രസക്തി എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ തന്നെ കൃത്യമായ രീതിയിലുള്ള കാഴ്ചപ്പാട് പുലർത്തുകയും ചെയ്തൊരു സംഗതിയാണ്. ഏകാധിപത്യത്തിൻ്റെ വിഷയങ്ങൾ, അത് കൊണ്ടുവരുന്ന ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വിഷയങ്ങൾ, അപ്പോൾ ഈ ജനാധിപത്യ വിരുദ്ധമായ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ഉണ്ടാകുന്ന സമൂഹത്തിനുണ്ടാകുന്ന മാറ്റങ്ങൾ, ആ മാറ്റ സമൂഹത്തെ ഏത് നിലയിൽ കൊണ്ടെത്തിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാട് തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഫാസിസവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ വ്യക്തിത്വങ്ങളും ഫാസിസവൽക്കരിക്കപ്പെടുമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ധാരണയുണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നത് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ജനാധിപത്യ ബോധത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള നിലപാട് ഗാന്ധിയൻ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അദ്ദേഹം നിലനിർത്തി എന്നതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെ പലപ്പോഴും ആധുനിക മലയാളത്തിലേക്കുള്ള ആ ശൈലിയും അദ്ദേഹം ഉൾക്കൊണ്ടു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. ആധുനിക മലയാള ആധുനിക കാലഘട്ടത്തിലേക്കാണ്, പ്രത്യേകിച്ചും ആ ഒരു എഴുത്തിൻ്റെ ഒരു മോഡേണിസത്തിൻ്റെ കാലഘട്ടത്തിലേക്കാണ് അദ്ദേഹം കടന്നു വരികയുണ്ടായത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ ഒരു തികഞ്ഞ സാന്നിധ്യമായി മാറി എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു വിഷയമാണ്. അകമ്പൊരുൾ പുറംപൊരുൾ എന്ന് പറയുന്ന നോവൽ ആ രീതി വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട സംഗതിയാണ്. വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു നോവലായിരുന്നു അത്. വിമർശനങ്ങൾ ഏത് തലത്തിലാണെന്ന് പറയുക, ആധുനിക സാഹിത്യത്തോട് എതിർക്കുന്നവർ, ആധുനിക സാഹിത്യത്തെ എതിർക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആ നോവലിലെ ദുരൂഹതയാണ് അവർ കാണുകയുണ്ടായത്. പലപ്പോഴും ഉൾക്കൊള്ളാൻ പോലും കഴിയാത്തൊരവസ്ഥയായിരുന്നു പലർക്കും. അതിലെ കാഴ്ചപ്പാടുകൾ, അതിലെ ബിംബകൽപ്പനകൾ എല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു ആധുനികവൽക്കരണത്തിൻ്റെ രീതി ആ നോവലിൽ കാണാൻ കഴിയും. ആധുനികതയുടെ ഒരു രീതി കാണാൻ കഴിയും. സ്വാഭാവികമായിട്ടും അത് ആ തലത്തിൽ അല്പം വിമർശിക്കപ്പെടുകയുണ്ടായി. പക്ഷേ ആഴത്തിൽ പരിശോധിച്ചാൽ തീർച്ചയായിട്ടും അത് ഉയർത്തുന്ന ചിന്തകൾ ഈ സമൂഹത്തിന് അനിവാര്യമാണ് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഒരുപക്ഷെ ദുരൂഹത അദ്ദേഹം മനഃപൂർവ്വം അതിൽ സൃഷ്ടിച്ചതാകാം എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അതിൽ ഒരല്പം ദുരൂഹത ചേർത്ത് പറഞ്ഞാൽ മാത്രമേ താൻ ഉദ്ദേശിച്ചെടുത്ത് കാര്യങ്ങൾ എത്തൂ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ അദ്ദേഹത്തിനുണ്ടായിരിക്കും. സമൂഹത്തെ പ്രവാചക തുല്യം കാണുവാൻ കഴിഞ്ഞൊരു വ്യക്തിത്വമാണ് അദ്ദേഹം. അതിന് സൃഷ്ടിയും ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞ സൃഷ്ടിയുണ്ട്. പ്രവാചക തുല്യം സമൂഹത്തെ കാണുവാൻ കഴിഞ്ഞൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. പക്ഷേ ആ പ്രവാചക തുല്യം അദ്ദേഹത്തെ കാണുമ്പോഴും സമൂഹത്തിൽ എത്രമാത്രം അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടു, അല്ലെങ്കിൽ എത്രമാത്രം അദ്ദേഹത്തെ സമൂഹം ഉൾക്കൊണ്ടു എന്ന് പറയുമ്പോൾ അതിൽ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഗാന്ധിയൻ ചിന്തകളിൽ അഭിരമിച്ചത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന് പലരെയും കയ്യിൽ നേടുവാൻ കഴിയാത്തൊരു സാഹചര്യം വരികയുണ്ടായത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി അദ്ദേഹം എന്ത് പറഞ്ഞു വെച്ചു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. വേണ്ടത്ര അംഗീകാരം മലയാളത്തിൽ നിന്ന് അദ്ദേഹം ലഭിച്ചിട്ടുണ്ടോ, കേരളത്തിൽ ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്കൊരു കൃത്യമായ ഉത്തരം ലഭിക്കാത്ത അവസ്ഥയുണ്ട്. ഇനിയും വേറെ പഠിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് കൽപ്പറ്റ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മഹാവ്യക്തിത്വം. പലപ്പോഴും ഘോഷിക്കപ്പെടുന്നവർ ഘോഷിക്കപ്പെടാത്ത സാഹചര്യവും, യാതൊരിലും ഘോഷിക്കപ്പെടാൻ അവകാശമില്ലാത്തവർ അപ്രകാരം ഘോഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് പ്രത്യേക തലത്തിലാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കൽപ്പറ്റ ബാലകൃഷ്ണൻ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന വലിയൊരു ജനവിഭാഗം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് എത്രമാത്രം ഭരണകൂടവും ബന്ധപ്പെട്ട സംഗതികളും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകളെയും അദ്ദേഹം സമൂഹത്തിന് ചെയ്തു വെച്ചുള്ള കാര്യങ്ങളെയും എത്രമാത്രം ഭരണകൂടം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ പരിശോധിക്കേണ്ട സംഗതിയാണ്. കൽപ്പറ്റ ബാലകൃഷ്ണനെ കുറിച്ച് വീണ്ടും ഒരു പഠനം അനിവാര്യമാണ് എന്നാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തെ കൂടുതൽ ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അനിവാര്യതയായി തന്നെ നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പ്രൊഫസർ അല്ലെങ്കിൽ ഒരു മലയാള വകുപ്പ് മേധാവി
കേരള പ്രിൻസിപ്പൽ എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മൾ പലപ്പോഴും കാണുന്നൊരു സംഗതിയുണ്ട്. ഒരു പ്രൊഫസറായി കഴിഞ്ഞാൽ പ്രൊഫസറുടേതായ ഒരു കാഴ്ചപ്പാടുകൾ, ഒരു പ്രൊഫസോറിയൻ കാഴ്ചപ്പാട് വരും, അതിൻ്റേതായ ചില ചാഢ്യങ്ങൾ വരും. പക്ഷെ അതൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായിരുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. യാതൊരു ചാഢ്യങ്ങളും ഇല്ലാതെ അദ്ദേഹം മറ്റുള്ളവരോട് പെരുമാറി. അത് വിദ്യാർത്ഥികളോടായാലും സഹാധ്യാപകരോടായാലും ഒക്കെ തന്നെ ആ രീതിയിലുള്ള നിലപാടാണ് അദ്ദേഹം സൂക്ഷിക്കുകയുണ്ടായത് എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. തൃശ്ശൂരിൻ്റെ സാംസ്കാരിക രംഗത്ത് തൻ്റേതായ രീതിയിൽ ഇടപെടുകയും അത് കേരളത്തിൻ്റെ ഒരു തലത്തിലേക്ക് അത് വ്യാപിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു എന്നത് കൂടി നമ്മൾ പറയേണ്ട ഒരു സംഗതിയാണ്. നവീനമായ ആശയങ്ങൾ ആര് പറഞ്ഞു കഴിഞ്ഞാലും അത് കേട്ടുപോകാനുള്ള മാനസികാവസ്ഥ അദ്ദേഹത്തിനുണ്ടായിരുന്നു. തൻ്റെ ചിന്തകൾ തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ചിന്തകൾ എന്ന ഒരു കാഴ്ചപ്പാടൊന്നും അദ്ദേഹം പുലർത്തുകയുണ്ടായില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് തിരുത്തുവാൻ വരുന്ന അയാൾ പറയുന്ന ആശയങ്ങൾ അത് ഉൾക്കൊള്ളുവാൻ കഴിയുന്ന സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളുവാനും അതിൽ അഭിനന്ദിക്കുവാനും അദ്ദേഹം മുതിർന്നിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. അപ്പോൾ ഏതായാലും നോവലിൽ നിന്ന് തുടങ്ങി പിന്നീട് ആശയലോകത്ത് അദ്ദേഹം നടത്തിയ അന്വേഷണങ്ങൾ അത് പുതുതലമുറയ്ക്ക് വളരെ പ്രചോദനമായി എന്നാണ് യാഥാർത്ഥ്യം. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ചെറുതിലാണ് സൗന്ദര്യം എന്നാണ്. ബൃഹത്തായ സൗന്ദര്യങ്ങളിൽ അദ്ദേഹം അന്വേഷിച്ചു പോവുകയുണ്ടായി, മറിച്ച് ചെറുതിൽ സൗന്ദര്യം കണ്ടെത്തുവാനും ആ ചെറുതിലൂടെ വലിയ കാര്യങ്ങളിലേക്ക് സഞ്ചരിക്കുവാനുമുള്ള ശേഷി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് തുറന്നു പറയാനുള്ള മാനസിക തലവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിന് അദ്ദേഹം നിർഭയനാക്കപ്പെടുകയുണ്ടായില്ല. ബൃഹത്തായ സൗന്ദര്യത്തിന് തേടിപ്പോയി കഴിഞ്ഞാൽ മനുഷ്യനാവശ്യമായിട്ടുള്ള അവൻ്റേതായ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടില്ല എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നത് കൂടി നമ്മൾ കാണേണ്ടത്. ബൃഹദാഖ്യാനങ്ങൾ അദ്ദേഹം താല്പര്യപ്പെട്ടില്ല, മറിച്ച് ലഘുവായ ചെറുതായ ആഖ്യാനങ്ങളാണ് അദ്ദേഹം താല്പര്യം പ്രകടിപ്പിക്കുകയുണ്ടായത് എന്നത് കൂടി കാണേണ്ടത്. ഇതും ഗാന്ധിയൻ താല്പര്യങ്ങളിൽ നിന്ന് വരുന്ന സംഗതിയാണ്. അങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തുറകളിലൂടെ നിറഞ്ഞാടിക്കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നയിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യം സംശയമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം പ്രസിദ്ധീകരിക്കപ്പെട്ട മറ്റൊരു പുസ്തകമുണ്ട്, രാമവാര്യരുടെ ഓർമ്മ പുസ്തകം എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകം അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥാംശമുള്ള ഒരു ഗ്രന്ഥമായിട്ടാണ് പറയപ്പെടുന്നത്. അതിലൂടെ നമ്മൾ കടന്നു പോകേണ്ടത് അനിവാര്യമായ എന്താണ് അദ്ദേഹം എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ എലിസബത്തിനൊരു പൂവ് എന്ന് പറയുന്ന മറ്റൊരു തിരക്കഥ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ തന്നെ സമ്പൂർണ്ണമായി നമുക്ക് ലഭ്യമാകാത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പോഴും നമ്മളത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ തന്നെ വലിയ അത്ഭുതപ്പെടുത്തുന്ന ചിന്തകളാണ് അദ്ദേഹം ഇതിലൊക്കെ ഒളിച്ചു വെച്ചിട്ടുള്ളത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ സർഗാത്മക സൗന്ദര്യവുമായി ഗാന്ധിയൻ കാൽപ്പാടുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അതനുഭവിച്ചുകൊണ്ട് സമൂഹത്തെ മാറ്റിമറിക്കുവാനായി അത് അടിസ്ഥാന വർഗത്തിനും അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ഒക്കെ തന്നെ അത്താണിയാകുന്ന ചിന്തകളായി മാറുന്ന തലത്തിലേക്ക് തൻ്റെ ചിന്തകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള സൃഷ്ടികർമ്മങ്ങളിലൂടെ മലയാളത്തെ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു കൽപ്പറ്റ ബാലകൃഷ്ണൻ എന്നത് നമുക്ക് നിസ്സംശയം പറയാവുന്ന ഒരു സംഗതിയാണ്. അദ്ദേഹം വളരെയേറെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം രോഗാതുരനായി മാറി. വൃക്കരോഗം അദ്ദേഹത്തെ ബാധിച്ചു. വൃക്കരോഗം ബാധിച്ചതിന് ശേഷം അദ്ദേഹം അതിനെ വൃക്ക മാറ്റിവെക്കുന്നൊരു സാഹചര്യമുണ്ടായി. ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ആ ജീവിതത്തിലേക്ക് തിരിച്ചുവരവ് പോലും വളരെ ഉന്മാദാവസ്ഥയിലായിരുന്നു എന്ന് കൂടി അവൾ പറയേണ്ടതുണ്ട്. എഴുത്തിൻ്റെ വഴികളിലൂടെയുള്ള ഉന്മാദാവസ്ഥ. സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്യണം, എൻ്റെ ഈ അവസാന ഘട്ടത്തിലും എനിക്ക് നന്മ ചെയ്യണമെന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹത്തോടെയാണ് പിന്നീട് അദ്ദേഹം സമൂഹത്തിലേക്ക് തിരിച്ചു വരുന്നത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. 15/12/2020 ഡിസംബർ 15 അദ്ദേഹത്തിൻ്റെ മരണം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. 75 വയസ്സാണ് അദ്ദേഹം പൂർത്തിയാക്കുകയുണ്ടായത്. ആ 75 വയസ്സിലെ ഓർമ്മ വെച്ച കാലഘട്ടം മുതലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സമൂഹത്തിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളും ഇടപെട്ടുകൊണ്ട് തൻ്റേതായ സംഭാവന നിർവഹിച്ചുകൊണ്ട് സമൂഹത്തിൽ കൃത്യമായി അടയാളപ്പെടുത്തിയിൽ വ്യാപരിച്ചുകൊണ്ടുള്ള പ്രവർത്തന മികവ് പുലർത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം എന്ന കാര്യം സംശയമില്ല. അദ്ദേഹത്തിൻ്റെ പാദാരവിന്ദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. ഏവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.